ഏതൊരു അസുഖമാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ യൂട്യൂബ് നോക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് എന്താണ് ഈ അസുഖത്തിൻ്റെ കാരണം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ പറ്റുമെന്ന് നോക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴത്തെ ഒരു സമയത്തുണ്ട്. എന്താണ് അവരോടൊക്കെ ഡോക്ടറിന് പറയാനുള്ളത്? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നി നമ്മുടെ ഈ കൺസെപ്റ്റുമായിട്ടും ഒരുപാട് ബന്ധമുള്ളൊരു കാര്യമാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ? അതിൽ സയൻറ്റിഫിക് ടെമ്പറമെൻ്റ് എന്നൊരു വാക്കുണ്ട്, അതായത് ശാസ്ത്രീയ മനോഭാവം ഉണ്ടാവുക. അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 42ാമത്തെ അമെൻമെൻ്റായിട്ട് കൂട്ടിച്ചേർത്തതാണ്. നമ്മുടെ എന്താ പറയുക, മൗലികമായ കടമകൾ, നമുക്ക് മൗലികമായ അവകാശങ്ങൾ മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്, മൗലികമായ നമ്മുടെ കടമകളുണ്ട്. അതായത് ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത ഒരു സാധനമാണ് ഈ സയൻറ്റിഫിക് ടെമ്പറമെൻ്റ് അല്ലെങ്കിൽ ശാസ്ത്രീയ മനോഭാവം. അതായത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും, ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാം നമ്മളൊരു ശാസ്ത്രീയ മനോഭാവം പുലർത്തുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ലോകത്ത് അങ്ങനെ ഒരേ ഒരു ഭരണഘടനയുള്ളൂ, ഇന്ത്യൻ ഭരണഘടനയിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്, നമ്മുടെ കടമയാണ്. അപ്പം അങ്ങനെ അല്ലാതെ, അതായത് ഒരു ശാസ്ത്രീയ മനോഭാവം ഇല്ലാതെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഡാമേജ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ എവിടെ, എന്തിന്, എങ്ങനെ? അപ്പോൾ നമ്മൾ തെളിവുകളില്ലാതെ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അതും ശാസ്ത്രീയമായ തെളിവുകൾ അതിലുണ്ടാവണം. അങ്ങനെയുള്ളത് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമ്മൾ അസുഖത്തിൻ്റെ ചികിത്സകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് മോഡേൺ സയൻറ്റിഫിക് മെഡിസിൻ എന്നാണ് നമ്മൾ പറയുന്നത്. എപ്പോഴും നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ട്രയലുകളും ഒക്കെ നടത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചികിത്സാ രീതികളും മരുന്നുകളും എല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ശാസ്ത്രീയ മനോഭാവം നമ്മൾ പുലർത്തിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണ്. പക്ഷേ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഗവൺമെൻറ്റും അതിനുള്ള നടപടികൾ എടുക്കണം. അതായത് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായ പ്രോഗ്രാംസ് ഒരു വ്യക്തിയുടേതാവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ആവാം, അതല്ലെങ്കിൽ മീഡിയയുടെ ആവാം, എങ്ങനെയായാലും. അപ്പോൾ അതിനെതിരെ നടപടി എടുക്കാനായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ അതിനൊരു ഇത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എക്സ്പേർട്സ് തന്നെ, അതായത് യു ഹിയർ ഫ്രം ദ എക്സ്പേർട്സ്. നമ്മുടെ ആരാണോ അതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളത് അവരിൽ നിന്ന് നിങ്ങൾ കേൾക്കുക, കേട്ടിട്ട് അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നോക്കാനായിട്ടും ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ ചെയ്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.